സീരീസിൻ്റെ 4ാമത്തെ ഐറ്റം അവിയലാണ്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുക്കുന്നുണ്ട്. ആ മൺചട്ടിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പച്ചക്കറികൾക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഈ പച്ചക്കറികൾക്കെല്ലാം തന്നെ മഞ്ഞളും ഉപ്പും എണ്ണയും എത്തുന്ന രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കാം. അതിലോട്ടൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഓവറായി ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഈ പച്ചക്കറിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് തടുപ്പത്തോട്ട് വെച്ചൊരു വാഴല വെച്ച് മൂടി കൊടുക്കാം. വാഴല വെച്ച് മൂടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്, എരിവിനായിട്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഓവറായി നമ്മൾ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. പച്ചക്കറികളൊക്കെ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് നമ്മളിങ്ങനെ കയ്യിലിട്ട് വല്ലാതെ കുത്തി ഇളക്കാതെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ താഴെയുള്ളതൊക്കെ മേലേക്ക് വരാനും പച്ചക്കറികൾ വല്ലാതെ ഉടഞ്ഞു പോവാതിരിക്കാനും ഹെൽപ്പാവും കേട്ടോ. അത് നന്നായി ഉടഞ്ഞോന്ന് നോക്കാൻ വേണ്ടി ഞാനിതൊന്ന് ചേനയൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ചേനയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ചേന നന്നായി വെന്തോന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ചേന നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വല്ലാതെ കയ്യിൽ വെച്ച് ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2 സൈഡൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അത് സെറ്റായിക്കോളും. ഇനി ഈ അരപ്പിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇതേമാതിരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നല്ല കുറച്ച് പുളി കുറവുള്ള അതായത് വല്ലാതെ പുളിയില്ലാത്ത ഒരു മീഡിയം പുളിയുള്ള മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് 2 സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അവിയലൊക്കെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അവസാന മിനുക്കുമണിയായിട്ട് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കൊക്കെ അവിയൽ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.